നമസ്തേ. ഇന്ന് ഫെബ്രുവരി 12 വേൾഡ് ഹഗ് ഡേ ആയിട്ട് എടുത്തിരിക്കുന്ന ദിവസമാണ്. വേൾഡ് ഹഗ് ഡേക്ക് എന്താണ് പ്രത്യേകത? തമാശക്കാണോ എടുത്തിരിക്കുന്നത് ഒരു ദിവസം ഹഗ് ഡേ ആയിട്ട്? അതും ഇന്ത്യൻ കൾച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന എല്ലാവരെയും പോയി ഹഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ കേസാകും അല്ലേ? അപ്പോൾ ഹഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീഗലി നമുക്ക് ആരെയൊക്കെ ഹഗ് ചെയ്യാമോ? നമ്മുടെ പേരൻസിനെ ഹഗ് ചെയ്യാം, നമ്മുടെ കുട്ടികളെ ഹഗ് ചെയ്യാം, നമ്മുടെ പാർട്ട്നേഴ്സിനെ ഹഗ് ചെയ്യാം, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനെ ഹഗ് ചെയ്യാം. അത്തരത്തിൽ നമ്മൾ ഹഗ്ഗിങ് ഒരു പ്രാക്ടീസ് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രയോജനങ്ങളാണ് ഉണ്ടാവുന്നത്. സൈക്കോളജിക്കലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യിക്കാൻ സഹായിക്കുന്നു, ആങ്സൈറ്റിയെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അവിടെ ഓക്സിറ്റോക്സിൻ എന്ന ഒരു ഹാപ്പി ഹോർമോൺ ആണ് ഓക്സിറ്റോക്സിൻ. ആ ഒരു ഹോർമോൺ ആ സമയത്ത് റിലീസാവുകയും ആ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ആ ഹോർമോൺ പോയി പ്രവർത്തിച്ച് നമ്മളുടെ ആങ്സൈറ്റിയെ കുറച്ച്, സ്ട്രെസ്സിനെ കുറച്ച് നമ്മളെ ഹാപ്പി ആയിട്ട് ഇരുത്താൻ സഹായിക്കുന്നു. അതാണ് ഹാപ്പി ഹോർമോൺ. ഡോപാമൈൻ റിലീസ് ചെയ്യും ആ സമയത്ത് ഹഗ്ഗിങ്ങിലൂടെ. ഓക്കെ, രണ്ടാമതായി പറയുവാണെങ്കിൽ കുട്ടികളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഗ്രാൻഡ് പേരൻസോ ഒക്കെ ഹഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സേഫ് ഫീലിംഗ് ആണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. അവർ സേഫ് ആണ് എന്നുള്ള തോന്നലുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അവർ വാല്യൂഡാണ്, അവർക്കൊരു വില നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുടെ ഇമോഷണൽ ബാലൻസ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഒക്കെ ഹെൽത്തി ആയിട്ട് നടക്കാനായിട്ട് ഈ ഹഗ്ഗിങ് വഴി സഹായിക്കുന്നു. അപ്പോൾ ഗ്രാൻഡ് പേരൻസും ഒക്കെ കുട്ടികളെ കാണുമ്പോൾ ഹഗ് ചെയ്യുന്നത് ഒരു പ്രാക്ടീസ് ആക്കി എടുത്തോളുക. അപ്പോൾ അത് നിങ്ങൾക്ക് പേരൻസിനും നല്ലതാണ്, കുട്ടികൾക്കും നല്ലതാണ്. പിന്നെ മുതിർന്ന ആൾക്കാരിൽ നമ്മൾക്കൊക്കെ ഓരോ സാഹചര്യത്തിൽ ഇനി അടുത്തതെന്ത് എന്നുള്ള ഒരു വേവലാതി, ആകുലത ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ലവ്ഡ് വൺസിൻ്റെ ഒരു ഹഗ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാഹചര്യത്തെ കോപ്പി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്നു ഹഗ്ഗിങ്ങിലൂടെ. അപ്പോൾ നിങ്ങൾ വലിയ ആൾക്കാരാണ്, നമുക്ക് ഹഗ് ചെയ്യുന്നത് ചമ്മലാണെന്ന് വിചാരിക്കാതെ നിങ്ങളുടെ ലവ്ഡ് വൺസിനെയും നിങ്ങളുടെ പാർട്ട്നേഴ്സിനെയും നിങ്ങളുടെ പേരൻസിനെയും നിങ്ങൾ ഹഗ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല പ്രാക്ടീസാണ്. അപ്പോൾ അത് ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടാണ് ഈ ഹഗ് ഡേ എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ആ സമയത്ത് നമ്മളുടെ മൂഡിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുകയും, ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലും അവരുടെ മൂഡ് ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ മൂഡ് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന 2 ഹോർമോണാണ് സെറോട്ടോണിനും ഡോപ്പാമൈനും. ആ സമയത്ത് ഹഗ് ചെയ്യുന്ന സമയത്ത് ലവ്ഡ് വൺസിൻ്റെയോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെയോ അല്ലെങ്കിൽ പേരൻസിൻ്റെയോ ഒക്കെ ഒരു ഹഗ് കിട്ടിക്കഴിയുമ്പോൾ, ഒരു കെട്ടിപ്പിടുത്തം കിട്ടിക്കഴിയുമ്പോൾ അവരുടെ മൂഡ് ബൂസ്റ്റപ്പായി, അവരൊരു ട്രസ്റ്റ് ഉണ്ടായി, അവർ ആ ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോകാതെ ഡിപ്രഷനിൽ നിന്ന് വെളിയിലേക്ക് വരാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഹഗ് ചെയ്യുന്നത് തെറ്റാണെന്ന് വിചാരിക്കരുത്. ഇന്ത്യൻ കൾച്ചറിൽ കാണുന്ന എല്ലാവരെയും ഹഗ് ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് ലീഗലി ഹഗ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഹഗ് ചെയ്യുന്നത് ഒരു പ്രാക്ടീസ് ആക്കിക്കൊള്ളുക. ഇത്തരത്തിൽ ഉള്ള പ്രയോജനങ്ങൾ അവിടെ ലഭിക്കുന്നു. ഇത്തരത്തിൽ ആങ്സൈറ്റി, സ്ട്രെസ് ഒക്കെ കുറയുന്നതനുസരിച്ച് ജീവിതശൈലി രോഗങ്ങൾക്കും അവിടെ വ്യത്യാസമുണ്ടാകുന്നു. ചില തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട്. ഇപ്പോൾ ഡയബറ്റിസ് എടുത്താലും ബ്ലഡ് പ്രഷർ എടുത്താലും ഒക്കെ സ്ട്രെസ്സാണ് അതിലൊരു കാരണം. പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം ഈ സ്ട്രെസ്സ് തന്നെയാണ്. ഇപ്പോൾ സ്ട്രെസ്സ് കൂടിയിരിക്കുന്ന സമയത്ത് ചില ആൾക്കാരുടെ ഷുഗർ ലെവൽ ഹൈ ആയി പോകുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനും നിയന്ത്രണത്തിൽ വരുത്തി ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാനും സഹായിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ക്രിമിനൽ കേസുകൾ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിൽ ഇമോഷണലി നമ്മൾ എമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന സമയങ്ങളിൽ, അതായത് പേരൻസിൻ്റെ അടുക്കൽ കുട്ടികളുള്ള സമയത്ത് കുട്ടികൾക്ക് ഹഗ് കിട്ടുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്രിമിനലിസം ഒക്കെ ഒന്ന് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചോളുക. ഹഗ്ഗിങ് ഒരു റെഗുലർ പ്രാക്ടീസ് ആക്കുക ലീഗലി. ഓക്കെ, താങ്ക് യു.